വല്ലാത്തായി പോവല്ലേ ഇന്നത്തെ കാലത്ത്? വല്ലാത്ത ആക്രോശങ്ങളും ആരവങ്ങളുമായി പ്രാർത്ഥന മാറിക്കൊണ്ടിരിക്കുകയല്ലേ? പിന്നെ മെല്ലെ നിശബ്ദതയിൽ പ്രാർത്ഥിക്കാൻ ഒന്ന് പഠിച്ചു നോക്കണം. നോയിസ് കുറച്ചിട്ട് നിശബ്ദതയിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കരഞ്ഞു പോകാറില്ലേ? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങ് തളരാറില്ലേ കർത്താവിന്റെ മുമ്പിൽ? കാരണം എന്താ? അവിടെ ആരും നമ്മളെ നോക്കാനില്ല. എന്റെ ദൈവവും ഞാനും മാത്രം. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് പ്രാർത്ഥന മാറണം. പ്രാർത്ഥന കൊണ്ട് കുരിശു മാറും എന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളിൽ നിങ്ങൾ പോയി വീഴരുത്. നമുക്ക് ആരെയും കാണിക്കാനില്ല, നമുക്ക് പറയാൻ കാണിക്കാനില്ല. കർത്താവെ, നിനക്കറിയാലോ, ഇതാണ് ഞാൻ, ഇത്രയേ ഉള്ളൂ ഞാൻ. ഇൻഡിവിജ്വലിസവും അപകടമാണ്, ഇപ്പുറത്ത് റിച്വലിസവും അപകടമാണ്. ഇത് അനുഷ്ഠാനം മാത്രമായി ചുരുങ്ങിപ്പോകരുത്. ഇപ്പുറത്ത് ഇത് വ്യക്തിപരമായ ഒരു ഏർപ്പാട് മാത്രമായി ചുരുങ്ങിപ്പോകും. സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പള്ളി